CBI ലഭിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി സന്ദർശിച്ചു. അപ്പോൾ കോൺഗ്രസ് അതിൽ വേറെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ CPM ജനങ്ങളെ ഒപ്പം നിർത്തി ഒരു നടപടി സ്വീകരിക്കണം. കുടുംബത്തെ തലയെടുത്ത് വെട്ടിക്കൊണ്ടുപോകുന്ന ആളുകളാണ് ഇന്ന് അവിടെ പോയെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു പരിഹാസമുണ്ട്. ആരാ അദ്ദേഹം പോയിരിക്കുന്ന മനുഷ്യനാരാ? എത്രയോ ആളുകളുടെ ശരീരവും അവയവവും വെട്ടിയും കുത്തിയും മുറിച്ചും കളഞ്ഞ് എന്നിട്ട് എത്രയോ ആളുകളുടെ ജീവിതം തൊലച്ച പാർട്ടി നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ്റെ വീട് സന്ദർശിക്കാൻ പോയത്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ഞങ്ങൾ 100% ഞങ്ങൾ സംരക്ഷിക്കും. അതിനെല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു നല്ല കമ്മിറ്റി വെച്ചു. നല്ല പ്രശസ്തമായ നല്ല കഴിവുള്ള നേതാക്കന്മാരെ വെച്ച് നമ്മൾ കമ്മിറ്റി എടുത്തു. ആ കമ്മിറ്റി ഉടൻ സ്ഥലം സന്ദർശിച്ചു, അവരെ കണ്ടു, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാമെന്ന് ആർക്കും ഉറപ്പും കൊടുത്തു. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവരാരെങ്കിലും പ്രശ്നം പറഞ്ഞോ? അവരാരെങ്കിലും പാർട്ടിക്കെതിരെ പരാതി പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഈ CPMന്റെ നേതാവ് പോയിട്ട് വേണോ പ്രശ്നം തീർക്കാൻ? നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ടില്ല. നവീൻ ബാബുവിന്റെ വീട്ടിലെന്താ പോകാൻ? എന്തുകൊണ്ട് പോയില്ല അയാള്? രാഷ്ട്രീയമാണ് അതൊക്കെ. ശരി, പറയുന്നില്ലല്ലോ, ചുരുക്കിക്കളയാ. ഓക്കെ, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. അത് ഞാൻ തീരുമാനിക്കേണ്ടതല്ല, അത് അവിടുത്തെ DCC തീരുമാനിക്കേണ്ടതല്ല, അത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. അത് വരും, വിഷയം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. അല്ല, അതൊക്കെ പോലീസുകാർക്ക് ഏത് കേസും എടുക്കാം. ആ എടുക്കുന്ന കേസും നോക്കിയിട്ട് നമ്മൾ പോയാൽ നമുക്ക് തടി കിട്ടുമോ, ജീവൻ കിട്ടുമോ? നടത്തിയിരുന്നു. അവർ നടത്തിയിരുന്നു. ഇപ്പം ഞങ്ങൾ നടത്തുന്നു. അതിന് എന്ത് പറഞ്ഞാലും കേരളത്തിലെ പോലീസ് ഇടതുപക്ഷം ഭരിക്കുന്നത് വരെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ അവരെടുക്കുള്ളൂ. എല്ലാറ്റിലും അങ്ങനെ എടുക്കാറുള്ളൂ. അവിടെ ഞങ്ങൾക്കതിൽ അത്ഭുതമൊന്നുമില്ല. അവരെടുത്തോട്ടെ. പക്ഷേ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളത് നോക്കും.